ദേശീയപാത നിർമ്മാണത്തിനായി കാസർഗോഡ് ചാലിങ്കാലിൽ അനുമതിയില്ലാതെ കരാർ കമ്പനി നടത്തിയ മണ്ണെടുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നടത്തിയ മണ്ണെടുപ്പിന്റെ കാഴ്ചകൾ ഞെട്ടിക്കുന്നതാണ്. ദേശീയപാതയിൽ പെരിയ ചാലിങ്കാലിൽ സ്റ്റോക്ക് യാർഡിനായി അനുവദിച്ച സ്ഥലത്തിന്റെ മറവിലാണ് 2.5 ഏക്കറോളം വരുന്ന പ്രദേശത്തു നിന്ന് കരാർ കമ്പനിയുടെ വൻതോതിലുള്ള മണലെടുപ്പ്. റവന്യൂ ജിയോളജി വകുപ്പുകളുടെ അനുമതിയില്ലാതെ നടത്തിയ മണലെടുപ്പ് കാരണം മഴ ശക്തമായതോടെ പ്രദേശത്ത് കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുകയാണ്. പല വീടുകളുടെയും തറവര വെള്ളം ഉയർന്നപ്പോൾ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. സ്ഥലത്ത് 20 അടിയിലധികം താഴ്ചയുള്ളതായി നാട്ടുകാർ പറയുന്നു. ഇത് ഈ ഹൈവേ റോഡിൻ്റെ തൊട്ട് അടുത്താണ്. മൺകൂണുകളൊക്കെ ഉണ്ടാക്കി ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾക്കും ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ അവരാദ്യം മറച്ചു വെച്ചുകൊണ്ട് പിന്നീട് ഇവിടെ ഇത്തരത്തിലുള്ള കുഴികൾ ഉണ്ടാക്കി ഇവിടുന്ന് രാത്രി കാലങ്ങളിലൊക്കെയാണ് മണ്ണ് കടത്താറുള്ളത്. ഇപ്പോൾ പകൽ സമയത്ത് വണ്ടികൾ വന്ന് പല സ്ഥലങ്ങളിലുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയി നിറക്കുകയാണ്. യാതൊരു കാരണവശാലും മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഇന്നു മുതൽ ഞങ്ങൾ ഇവിടുത്തെ വർക്ക് നിർത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് രാത്രി മുതൽ നാട്ടുകാരുടെ കെയർ ഓഫിൽ ഇവിടെ ഉണ്ടാവും. ഏതു നിമിഷവും പൊട്ടി ഒഴുകാവുന്ന വൻ വെള്ളക്കെട്ട് ദേശീയപാതയിൽ നിന്ന് കേവലം 100 മീറ്റർ അകലെയാണ് രൂപപ്പെട്ടത്. വിവരമറിഞ്ഞ് പരിശോധനയ്ക്കെത്തിയ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയും നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് അവരുടെ വിചാരം. അവര് ഡയറക്റ്റ് സർക്കാർ സെൻട്രൽ ഗവൺമെന്റ് അവർക്ക് നേരിട്ട് ചെയ്യിക്കുന്നതാണ്. ഒരാളും മിണ്ടാൻ പാടില്ല, ഒരാളൊന്നും പറയാൻ പാടില്ല. മെഗാ കൺസ്ട്രക്ഷനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാജാവ്. ഒരു റോഡിന്റെ അപാകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റൂല. ഇന്നിപ്പോ ഈ കേളോത്ത് മുതൽ ഇവിടെ ഈ ടോൾ ബൂത്ത് വരെ ഒരു സർവീസ് റോഡില്ല. ഈ രാമകൃഷ്ണൻ റോഡ് ഭാഗത്ത് വരുന്ന റോഡ് ഡയറക്റ്റ് റോഡിലേക്ക് കയറാണ്. പരിചയമില്ലാത്ത ആൾ വന്നു കഴിഞ്ഞാൽ 2 വീലറും കൊണ്ടുവന്ന് നേരെ കയറേണ്ടത് ഈ മെയിൻ റോഡിലേക്കാണ്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധനയ്ക്കെത്തിയ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷന് അനുമതി തേടിയിട്ടില്ലെന്നും കമ്പനിക്ക് 2 ദിവസത്തിനകം കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ അനുമതിയില്ലാതെ കാസർഗോഡ് ചാലിങ്കാലിൽ നിന്ന് വൻതോതിൽ മണ്ണ് കടത്തിയ സംഭവത്തിൽ നിർമ്മാണ കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. കരാർ കമ്പനിയായ മേഘയ്ക്കാണ് ജിയോളജി വകുപ്പ് നോട്ടീസ് നൽകിയത്. അനുമതിയില്ലാതെയാണ് മണ്ണെടുത്തതെന്ന് പരിശോധനയിൽ വ്യക്തമായി. 3 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. KV ബൈജു ചേരുന്നു. ബൈജു, എന്തായാലും ഈ വാർത്തയിൽ ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാവുന്നു അല്ലേ? സൈത, തീർച്ചയായും അത് ഏറ്റവും സന്തോഷകരമാണ്. കാരണം ഈ ജനങ്ങൾ അത്രത്തോളം ദുരിതം അനുഭവിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ. ഏതായാലും ഇപ്പോൾ 3 ദിവസത്തിനകം ഇതിലൊരു വിശദീകരണം നൽകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജിയോളജി വകുപ്പ്. അത് മാത്രമല്ല, ഇവരുടെ ജിയോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ നിന്നും മണൽ എടുത്തതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ കണ്ടതാണ്, ചെറുവത്തൂർ മട്ലായി കുന്നിൽ അശാസ്ത്രീയമായ രീതിയിൽ ഇത്തരത്തിൽ പ്രവൃത്തി നടത്തിയതിന് 1 കോടിയിലധികം രൂപയാണ് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് പിഴയിട്ടത്. എന്നാലും അതിലും വലിയ ഒരു ഗുരുതരമായ നിയമലംഘനമാണ് ഇപ്പോൾ ചാലിങ്കാലിൽ നടന്നിട്ടുള്ളത്. ഒരു സ്കൂള് ഈ ഒരു പ്രദേശത്തിന് തടാകത്തിന് സമാനമായാണ് ഇപ്പോൾ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിന് തൊട്ട് താഴെ ഒരു സ്കൂള്, അതുപോലെ തന്നെ 50-ലധികം വീടുകൾ, ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ആശങ്കയുണ്ടാക്കുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ മണലെടുപ്പ് നടന്നിട്ടുള്ളത്. മാത്രമല്ല, കണ്ണൂർ കാസർഗോഡ് ദേശീയപാത കടന്നു പോകുന്ന വഴിയാണിത്. ചാലിങ്കാൽ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ വെറും 100 മീറ്റർ മാത്രം മാറിയാണ് ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ഏത് സമയത്തും ഇത് പൊട്ടി റോഡിലേക്ക് ഒലിച്ച് ഇറങ്ങുമെന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ ജിയോളജി വകുപ്പിന്റെ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇനി ജില്ലാ കളക്ടർ കൂടി ഈ കാര്യത്തിൽ ഇടപെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ 3 ദിവസത്തിനകം കാരണം കാണിക്കാനാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അശാസ്ത്രീയമായാണ് ഇവിടെ നിർമ്മാണം നടന്നതെന്നും ജിയോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സൈത, അശാസ്ത്രീയമായ നിർമ്മാണം അവിടെ നടന്നു. എന്തായാലും ഈ മേഘ കൺസ്ട്രക്ഷൻസിനോട് കാരണം കാണിക്കൽ നോട്ടീസ് തേടിയിരിക്കുകയാണ്. എന്തായാലും ഈ വാർത്തയിൽ ന്യൂസ് 8 വാർത്തയിലാണ് ഇപ്പോൾ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്.